നമസ്കാരം. സ്പെഷ്യൽ ചിൽഡ്രൻ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പേരുകളാണ്. അതിൽ തന്നെ ഓട്ടിസം, സെറിബ്രൽ പാൽസി അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം ഇങ്ങനെയുള്ള പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ പൊതുവെ കേൾക്കാത്ത പേരാണ് ഹാപ്പി ബേബി സിൻഡ്രം. ഹാപ്പി ബേബി സിൻഡ്രം ഒരു ജനറ്റിക് കണ്ടീഷനാണ്. ആ ഒരു ജനറ്റിക് കണ്ടീഷൻ്റെ നിക്നെയിമാണ്. അതിനെക്കുറിച്ച് പൊതുവെ നമ്മളൊക്കെ കേൾക്കാൻ സാധ്യതയില്ലാത്തതിന് കാരണം ഇതൊരു റെയർ കണ്ടീഷനാണ് എന്നതാണ്. അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു അവസ്ഥയുള്ളത്. അതിലൊരാളാണ് ഞങ്ങളുടെ ഒരേ ഒരു മോനായ അമൻ. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം എന്ന് തീരുമാനിച്ചത്. ഈ വിഷയത്തിൽ ഞാനൊരു മെഡിക്കൽ എക്സ്പെർട്ടല്ല, അല്ലെങ്കിൽ ഒരു അപ്രൂവ്ഡ് അതോറിറ്റി അല്ല. പക്ഷേ ഞാനൊരു എക്സ്പീരിയൻസ്ഡ് പാരൻ്റാണ്. 15 വർഷത്തോളം ഈ ഒരു കണ്ടീഷനുള്ള മോനോടൊപ്പമുള്ള ജീവിതത്തിൽ നിന്ന് കിട്ടിയ ചില അനുഭവങ്ങളും ചില അഭിപ്രായങ്ങളും ഒക്കെ ആയിരിക്കും ഞാൻ പങ്കുവയ്ക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ ആ ഒരു അർത്ഥത്തിൽ മാത്രം പരിഗണിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹാപ്പി ബേബി സിൻഡ്രമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അമനെക്കുറിച്ച് പറയാം. 2009 ഒക്ടോബർ 15 അമൻ്റെ ജനനം. മൂവാറ്റുപുഴയിലുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു. നല്ല മിടുമിടുക്കനായിട്ടൊരു കുഞ്ഞാണ്. സിസേറിയൻ ആയിരുന്നു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ നോർമലാണ്. പക്ഷേ ജനിച്ച് ഒരു 1-2 മണിക്കൂറിന് ശേഷം അവൻ കരയാൻ തുടങ്ങി. പാല് കൊടുത്തു, പലതും ചെയ്തു നോക്കി, പക്ഷേ കരച്ചിൽ നിർത്തിയില്ല. പതിയെ പതിയെ നിർത്താത്ത കരച്ചിലായി മാറി. കരച്ചിലെന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ കരയാണ്. കയ്യും കാലും ഒക്കെ വലിഞ്ഞു മുറുകി, ശരീരത്തിൻ്റെ നിറം മാറി, വായൊക്കെ ചുവന്നു, വാവിട്ട് കരയാണ്. നഴ്സുമാർ മാറി മാറി വന്നു, ഡോക്ടേഴ്സ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. പക്ഷേ കരച്ചിൽ മാത്രം മാറിയില്ല. ആ ഒരു ദിവസം മുഴുവൻ അവൻ കരഞ്ഞ് കരഞ്ഞ് തീർത്തു. പിറ്റേ ദിവസവും അവൻ കരഞ്ഞ് കരഞ്ഞ് തന്നെ തീർത്തു. ആ 2 ദിവസം കൊണ്ട് 3.5-4 കിലോ ഉണ്ടായിരുന്ന കുഞ്ഞ് ഓൾമോസ്റ്റ് പകുതിയായി. അവിടുന്ന് ഡിസ്ചാർജായി നേരെ പോയത് വീട്ടിലേക്കല്ല, മറ്റൊരു ആശുപത്രിയിലേക്കാണ്. അവിടുന്ന് വേറൊരു ആശുപത്രിയിലേക്ക്. അങ്ങനെ ആശുപത്രികൾ മാറി മാറി കണ്ടു, ഡോക്ടേഴ്സിനെ മാറ്റി മാറ്റി കാണിച്ചു. പക്ഷേ കരച്ചിലിന് മാത്രം ഒരു മാറ്റം ഉണ്ടായില്ല. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോൾ ആരോ പറഞ്ഞതനുസരിച്ചിട്ടാണ് മൂവാറ്റുപുഴയിൽ തന്നെയുള്ള മറ്റൊരു ഡോക്ടറുടെ വീട്ടിലെത്തിയത്. ആ ഡോക്ടറുടെ പേരോ വീടോ ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അന്നത്തെ അങ്കലാപ്പിൽ ഓടിച്ചെന്ന് കയറിയ വീടാണ്. ആ ഡോക്ടർ മോനെ ഒന്ന് പരിശോധിച്ച് ഒരു കുറിപ്പെഴുതി തന്നിട്ട് പെട്ടെന്ന് പോയി വാങ്ങി വരാൻ പറഞ്ഞു. ഞാൻ പോയി വാങ്ങി. ഡോക്ടർ തന്നെ അത് പതുക്കെ മിക്സ് ചെയ്ത് അവൻ്റെ വായിലേക്ക് തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുത്തു. അവനത് കുടിച്ചു. അവനത് കുടിക്കുന്ന ശബ്ദം ഇപ്പോഴും എനിക്ക് കേൾക്കാം. അവനത് കുടിച്ചു. അവൻ ശാന്തനായി. അവൻ കരച്ചിൽ നിർത്തി. അവൻ ഉറങ്ങി. ഡോക്ടർ അവന് കൊടുത്തത് മറ്റൊന്നും ആയിരുന്നില്ല, സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പാൽപ്പൊടിയാണ്. നാൻ എന്നാണ് അതിൻ്റെ പേര്. അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞു, അവൻ വിശന്നിട്ട് കരഞ്ഞതാണ്. നിങ്ങൾ അവന് പാല് കൊടുക്കാറുണ്ടായിരുന്നില്ലേ? ഞാൻ സൽമാനെ നോക്കി. സൽമ പറഞ്ഞു, പാല് കൊടുക്കാറുണ്ട്, അവൻ കുടിക്കാറുമുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ അവന് പാല് കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾ കൊടുത്തതിൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ അവൻ കുടിച്ചതിൻ്റെ കുഴപ്പം. കുടിച്ചതിന് എന്താണ് കുഴപ്പം? എല്ലാ കുട്ടികളും പാല് കുടിക്കണതല്ലേ. കൊടുത്തതിൻ്റെ കുഴപ്പമാവും. ആദ്യത്തെ കുഞ്ഞാണ്, ആദ്യമായിട്ടാണ് പാല് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തതിൻ്റെ കുഴപ്പമാവും എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുക. പക്ഷേ സത്യത്തിൽ കൊടുത്തതിൻ്റെ കുഴപ്പമായിരുന്നില്ല, അവൻ കുടിച്ചതിൻ്റെ കുഴപ്പമായിരുന്നു. അവന് പാല് കുടിക്കാൻ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കഴിയില്ലായിരുന്നു. സ്വന്തമായി പാല് സക്ക് ചെയ്ത് കുടിക്കാനുള്ള കപ്പാസിറ്റി അവൻ്റെ വായയ്ക്ക് ഉണ്ടായിരുന്നില്ല, അവൻ്റെ വായയുടെ മസിൽസിന് ഉണ്ടായിരുന്നില്ല. ഇത് നമുക്കന്ന് മനസ്സിലായില്ല. അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയ കാര്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ അവൻ കുടിച്ച ഓരോ തുള്ളി വെള്ളവും നമ്മൾ വായിൽ ഒഴിച്ചു കൊടുത്ത് കുടിച്ചതാണ്. അവൻ സ്വന്തമായിട്ട് നമ്മളൊക്കെ ഗ്ലാസ്സിൽ കുടിക്കുന്നത് പോലെ കുടിക്കാൻ അവൻ അറിയില്ല. ഏതായാലും അതാണ് ഞാനൊരു സ്പെഷ്യൽ ചൈൽഡാണ് എന്നതിന് അവൻ ആദ്യമായിട്ട് തന്ന സൂചന. അതിനുശേഷം അവൻ ഞാൻ കുടിച്ചും പാല് കുടിച്ചും ഒക്കെ നല്ല മിടുക്കനായി പെട്ടെന്ന് വളർന്നു വന്നു. പക്ഷേ അവന് പാല് കുടിക്കാൻ കഴിയില്ല എന്ന് അന്ന് നമുക്ക് മനസ്സിലായില്ല. കാരണം നല്ല മിടുക്കനായിട്ടൊരു കുഞ്ഞാണ്. ഇന്നും ആ സംഭവം ഓർക്കുമ്പോൾ ഉള്ളിലൊരു തീയാണ്, ഒരു ആന്തലാണ്. ഭക്ഷണമില്ലാതെ വിശന്ന് കരഞ്ഞ് കരഞ്ഞാണ് അവൻ ജീവിതം തുടങ്ങിയത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്നത്തെ അവസ്ഥ നേരെ തിരിച്ചാണ്. ഇന്ന് അവൻ കരയാറില്ല, എന്ന് മാത്രമല്ല സങ്കടപ്പെടുക പോലും ചെയ്യാറില്ല. അതിന് കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹാപ്പി ബേബി സിൻഡ്രം. ഈ ഹാപ്പി ബേബി സിൻഡ്രം എന്നത് ഒരു ജനറ്റിക് കണ്ടീഷൻ്റെ, ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറിൻ്റെ ചെല്ലപ്പേരാണ്, ഓമനപ്പേരാണ്. ഈ ഒരു കണ്ടീഷനുള്ള കുട്ടികൾ അധിക സമയവും അധികവും ഹാപ്പി ആയിട്ടാണ് കാണപ്പെടുക. നല്ല ചിരിച്ച മുഖം, പ്രസന്നമായ ഭാവം, ആളുകളോടൊക്കെ നല്ല സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ഈ ഒരു കണ്ടീഷനെ ആരോ വിളിച്ച ഒരു ചെല്ലപ്പേരാണ് ഹാപ്പി ബേബി സിൻഡ്രം. എന്നാൽ ഇതിൻ്റെ ശരിയായ പേര് ഇതിനേക്കാൾ ഭംഗിയുള്ളതാണ്. ഏഞ്ചൽ മാൻ സിൻഡ്രം, മാലാഖ മനുഷ്യൻ. സാധാരണ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ മാലാഖമാരെന്നും ഏഞ്ചൽസ് എന്നൊക്കെ വിളിക്കാറുണ്ട്.
അങ്ങനെ വന്ന പേരല്ല. ഈ ഒരു കണ്ടീഷനെ കുറിച്ച് ആദ്യമായി പറഞ്ഞ ഡോക്ടർ ഹാരി ഏഞ്ചൽമാൻ എന്ന ഡോക്ടറിൽ നിന്ന് വന്ന പേരാണ്. നമ്മൾക്കൊക്കെ പൊതുവെ പരിചയമുള്ള ഡൗൺ സിൻഡ്രം, അതിന് പേര് വന്നത് ജോൺ ഡൗൺ എന്ന ഡോക്ടറിൽ നിന്നാണ്. നമ്മുടെ അമൃത ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ജെനറ്റിക്സിലെ ഡോക്ടർ ഷീല നമ്പൂതിരി, അവരുടെ പേരിനോട് ചേർത്തിട്ട് ഒരു സിൻഡ്രമിന് പേരുണ്ട്. നമ്പൂതിരി സിൻഡ്രം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ സിൻഡ്രംസിനൊക്കെ പേര് വരുന്നത് പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ പേരിനോട് ചേർത്തിട്ടൊക്കെ ആയിരിക്കും. അല്ലാതെ അതിൻ്റെ ലക്ഷണങ്ങളും ആ പേരും തമ്മിൽ വലിയ സാമ്യമൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഏതായാലും അമൻ്റെ ഈ ഒരു കണ്ടീഷന് നല്ല ഭംഗിയുള്ള പേരുകളൊക്കെ ഉണ്ട്. ഏഞ്ചൽ മാൻ, ഹാപ്പി ബേബി, പിന്നെ അമൻ എന്ന പേര്. ഏഞ്ചൽ മാൻ്റെ ഷോർട്ട് ഫോം അല്ലേ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അമൻ എന്ന് തോന്നിപ്പോവും. യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. പക്ഷേ ആക്ച്വൽ സിറ്റുവേഷൻ അത്ര ഭംഗിയുള്ളതല്ല. എന്ന് മാത്രമല്ല, വളരെ സിവിയർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റൽ ഇഷ്യൂസിലൂടെയാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് സംസാരിക്കാൻ ഭാഷയില്ല എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയൊന്നുമില്ല. അവൻ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ചില ശബ്ദങ്ങളും ചില പദങ്ങളും ഒക്കെയാണ് അവൻ്റെ ഭാഷ. ആ ഭാഷ നമുക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും, സൽമാക്ക് കുറേയൊക്കെ മനസ്സിലാവും. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അവന് വിശന്നാൽ ബാത്റൂമിൽ പോവാൻ, അല്ലെങ്കിൽ അവന് സന്തോഷം വന്നാൽ, സ്നേഹം തോന്നിയാലൊക്കെ നമുക്ക് മനസ്സിലാവും. അതിലെവിടെയോ ഒരു ടെലിപ്പതി പോലെ എന്തോ ഒന്ന് വർക്ക് ചെയ്യാനില്ലേ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പെട്ടെന്ന് അമൻ എന്നോർത്ത് നമ്മൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൻ എവിടെയെങ്കിലും ലോക്കായി കിടപ്പുണ്ടാവും. ചിലപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാതെ ഒരു കാല് മുകളിലും ഒരു കാല് താഴെയുമായിട്ട് പെട്ടിരിക്കുകയായിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം അടുക്കളയിൽ നിന്ന് വലിച്ചു താഴെയിട്ട് അതിനിടയിൽ പെട്ടിരിപ്പുണ്ടാവും. അപ്പോൾ എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, അവന് ഭാഷയില്ല, അവന് നടക്കാൻ പ്രശ്നങ്ങളുണ്ട്, അവൻ്റെ ഉറക്കത്തിന് പ്രശ്നങ്ങളുണ്ട്, അവന് ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്, ഫിറ്റ്സ് ഉണ്ടാവാറുണ്ട്, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അവൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, തെറ്റിപ്പോയ കാര്യങ്ങളുമുണ്ട്. പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, വൈകിപ്പോയ സ്ഥലങ്ങളുമുണ്ട്. അവന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അറിവ് കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവന് ആവശ്യമില്ലാത്തതൊന്നും, അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള പല കുട്ടികളും അവരുടെ പാരൻസും ആവശ്യമില്ലാത്ത പലതിൻ്റെയും പിന്നാലെ പോയി, അത് ചികിത്സയാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, പിന്നാലെ പോയി സമയം കളയാറാണ് പതിവ് എന്നതുകൊണ്ടാണ്. അമ്മനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം പ്രോപ്പർ ഗൈഡൻസിൻ്റെ അഭാവം തന്നെയാണ്. അന്നൊന്നും പ്രോപ്പർ ഗൈഡൻസ് കിട്ടാൻ കൃത്യമായ മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫിറ്റ്സ് എന്താണെന്നോ ഫിസിയോതെറാപ്പി എന്താണെന്നോ അറിയാത്ത കാലത്താണ് അമ്മനെയും കൊണ്ടുള്ള ഓട്ടം നമ്മൾ തുടങ്ങിയത്. അന്ന് മുൻപേ നടന്ന ആരെങ്കിലും നമുക്ക് വഴി കാണിക്കാനുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി നന്നായി അമ്മൻ്റെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം അല്പം കൂടി നേരത്തെ എത്താമായിരുന്നു. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഈ വഴിയിലൂടെ വരാനുണ്ടെങ്കിൽ, അങ്ങനെ വരാൻ ആർക്കും ദൈവം ഇടവരുത്താതിരിക്കട്ടെ. ഇനി ആരുടെയെങ്കിലും കാര്യത്തിൽ ദൈവം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ, അവർക്ക് നോക്കി നടക്കാൻ ഞങ്ങളുടെ കാൽപ്പാടുകൾ ഉപകാരപ്പെടുമെങ്കിൽ അവൻ്റെ ലൈഫ്, അവൻ്റെ വളർച്ച, അവന് വേണ്ടി എന്തൊക്കെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്, എവിടെയൊക്കെയാണ് തെറ്റിപ്പോയത്, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടിയിരുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ, ഒന്ന് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നുറപ്പാണ്. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാവരും ഈ വഴിയിലേക്ക് വന്നു വീഴുക. ആരും പ്ലാൻ ചെയ്തൊന്നും വരണതല്ല. ചിലപ്പോൾ കുഞ്ഞ് ജനിച്ച അപ്പോൾ തന്നെ അറിയാൻ പറ്റും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞായിരിക്കും അറിയാം. നിങ്ങളുടെ കുഞ്ഞിനൊരു പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർ പറയണ നിമിഷം അവരുടെ ലൈഫ് ചേഞ്ച് ആവും. അതുവരെ ഉണ്ടായിരുന്ന ലൈഫല്ല ഇനി അങ്ങോട്ട് എന്നവർ തിരിച്ചറിയും. അവരുടെ പ്രയോറിറ്റീസ് എല്ലാം മാറും. അതുവരെ അവരുടെ പ്രയോറിറ്റീസ് ആയിരുന്ന കാര്യങ്ങളെല്ലാം പ്രയോറിറ്റീസ് അല്ലാതാവും. ഈ കുഞ്ഞ് അവരുടെ ഒന്നാമത്തെ പ്രയോറിറ്റി ആവും, അല്ലെങ്കിൽ ഈ കുഞ്ഞ് മാത്രമാകും അവരുടെ പ്രയോറിറ്റി. അവരപ്പോൾ കടുത്ത അങ്കലാപ്പിലായിരിക്കും. എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ആരോട് ചോദിക്കണമെന്നോ അറിയാത്ത അവസ്ഥയിലായിരിക്കും. അവർക്ക് അമൻ്റെ ലൈഫ്, അല്ലെങ്കിൽ അമനോടൊപ്പമുള്ള ഞങ്ങളുടെ ലൈഫ് ഉപകാരപ്പെട്ടേക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അമൻ ജനിച്ച് ആദ്യ ദിവസങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജനിച്ച് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു സ്പെഷ്യൽ ചൈൽഡാണ് എന്നതിൻ്റെ പുതിയ പുതിയ സൂചനകൾ അവൻ തന്നുകൊണ്ടേയിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചും അവന് 1 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ മക്കയിൽ ഉംറയിലാണ്, അന്ന് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. വെൽക്കം ടു അമൻസ് ലൈഫ്, വെൽക്കം ടു അവർ ഫാമിലി. താങ്ക് യു.